ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനെ തുടർന്ന് എന്ന് സൂചന. കുറേ മാസമായി കടുത്ത വ്യായാമം ചെയ്തു. മാസങ്ങളായി അരിഭക്ഷണം ഉപേക്ഷിച്ചു. കമ്പി കട്ട് ചെയ്യാനുള്ള ആയുധം ജയിലിൽ നേരത്തെ എത്തിച്ചതിന്റെയും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പിടിയിലായ ഗോവിന്ദച്ചാമിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കണ്ണൂർ ACP ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. സുരക്ഷാ വീഴ്ച ആരോപിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലും അരുൺ പൂപ്പറമ്പയും വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇപ്പോഴും ഈ കൊടും ക്രിമിനലിനെ ചോദ്യം ചെയ്യുകയാണോ? ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇയാൾ എങ്ങനെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി, അയാൾ ജയിൽ ചാടിയതിന് എവിടുന്നൊക്കെ സഹായം കിട്ടി എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഗോകുൽ? വിജയകുമാർ, ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ACPയുടെ ഓഫീസിലായിരുന്നു ഇത്ര സമയം അയാൾ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇൻട്രോഗേഷൻ റൂമിലേക്ക്, ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും തുടരുമെന്നാണ്, അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്തതിന് ശേഷം നിതിൻ രാജുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യം ചെയ്യൽ പൂർണ്ണമായതിനു ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകുമെന്നുമാണ് പറയുന്നത്. ഏകദേശം അരമണിക്കൂറോളം നേരം ഇവിടെ ACPയുടെ ഓഫീസിൽ ഗോവിന്ദച്ചാമിയും സിറ്റി പോലീസ് കമ്മീഷണറും ACP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രാഥമികമായ ചില ചോദ്യം ചെയ്യലുകളൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇത്ര നേരം ചെയ്ത ചോദ്യം ചെയ്യലിൽ നിന്ന് അത്തരത്തിലൊരു സഹായം ലഭിച്ചിട്ടില്ല എന്നൊരു മറുപടി നമുക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ കൂടുതൽ സമയം നടത്തേണ്ടിയിരിക്കുന്നു. ഇൻട്രോഗേഷൻ റൂമിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോയിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർ, ടൗൺ SHO ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോവുകയും വിശദമായ മൊഴിയെടുക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുക. എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അതിലൊന്ന്, പുറമേ നിന്നൊരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു മറുപടി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും നൽകാനാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പുറമേ നിന്നൊരു സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചില ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ കൂടുതൽ വലുതാവുകയാണ്. കാരണം ഒരാൾക്ക് എത്ര നാൾ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം നടത്തിയാൽ ഈ ജയിലിൻ്റെ സെല്ല് മുറിക്കുകയും അല്ലെങ്കിൽ മതിൽ ചാടിക്കടക്കാനൊക്കെ സാധിക്കുമെന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ അവരുടെ ജോലിയിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചയെ സംബന്ധിച്ച ചോദ്യം പ്രധാനമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ ഗോവിന്ദച്ചാമിക്ക് ശാരീരികമായിട്ടുള്ള അവസ്ഥകളുള്ള വ്യക്തിയാണ്. അയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ, നമുക്കറിയാം. ഈ ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് ഇത്രത്തോളം നാളുകൾ പണിപ്പെട്ടിട്ടാണ് ഇയാൾ ഈ രീതിയിലുള്ള പരിശ്രമം നടത്തിയത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്തു തരത്തിലുള്ള ജോലിയായിരുന്നു അവിടെ ജയിലിനകത്ത് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വാർഡന്മാർ ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യം മുന്നിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. തൊട്ടടുത്ത് ഉള്ള ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യൽ ഇനി തുടരുക. അതിനായിട്ട് ഗോവിന്ദച്ചാമി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഗോകുലിലേക്ക് വരാം. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അരുൺ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അരുൺ സൂചിപ്പിക്കുന്നുണ്ട്. സെല്ലിന്റെ കമ്പികൾ നേരത്തെ തന്നെ ഇയാൾ മുറിച്ചു തുടങ്ങി. ജയിലധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ ഇയാൾ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചു. മുറിച്ചത് സെല്ലിന്റെ കമ്പിയുടെ താഴ്ഭാഗമാണ്. ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചാണ് ഇയാൾ ഈ തുണികൾ കൊണ്ടൊരു വടം ഉണ്ടാക്കിയത്. കുളിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് വഴി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. തുടർന്ന് പ്ലാസ്റ്റിക് ഡ്രമ്മിന്റെ മുകളിൽ കയറി ഫെൻസിങ്ങിന്റെ തൂണിൽ കുടുക്കിയിട്ട് ഇയാൾ പുറത്തിറങ്ങി. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളാണ്.